ഗത പോലെ തന്നെ അതിഭയങ്കരമായിട്ടുള്ള മറ്റൊരു ആയുധവുമായിട്ട് ജീവിക്കുന്ന പിസ്റ്റൽ ഷ്രിമ്പുകൾ. ഇതാണ് അവരുടെ തോക്ക്. ക്ലീനർ ഷിമ്പുകൾ. ഇവർ കടലിലെ ഗുണ്ടകളല്ല, ബ്യൂട്ടി പാർലർ ജീവനക്കാരാണ്, ശുചീകരണ ജോലിക്കാരാണ്. മൊറൈൽസ്, ഗ്രൂപ്പർ മത്സ്യങ്ങൾ, എന്തിന് മാരക വേട്ടക്കാരായിട്ടുള്ള സ്രാവുകളടക്കം ഈ സ്റ്റേഷനു മുമ്പിൽ വന്ന് ശാന്തരായിട്ട് ക്യൂ നിൽക്കും, കാത്തു നിൽക്കും. ചെമ്മീനും കൊഞ്ചും ഒന്നാണോ? ഷ്രിമ്പ്, പ്രോൺ എന്നൊക്കെ വിളിക്കുന്ന ജീവികൾ ഒരേ ജീവി തന്നെയാണോ? കൊഞ്ചൻ തുള്ളിയാൽ മുട്ടോളം, പിന്നെയും തുള്ളിയാൽ ചട്ടിയോളം എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ. ശരിക്കും അങ്ങനെ ചാടുന്ന അഹങ്കാരി ആരാണ്? എന്തായാലും ഈ ചെമ്മീനുകൾക്ക് പിറകോട്ടടക്കം നീന്താൻ മാത്രമല്ല തുള്ളാനും പറ്റുമോ? നമ്മൾ ഇംഗ്ലീഷിൽ സാധാരണ കേൾക്കുന്ന രണ്ട് വാക്കുകളാണ് ഷ്രിമ്പ് എന്നതും പ്രോൺ എന്നതും. ചിലപ്പോൾ ഷ്രിമ്പ് എന്നതിന് ചെമ്മീൻ എന്നും പ്രോൺ എന്നതിന് കൊഞ്ചി എന്നും നമ്മൾ മലയാളത്തിൽ അർത്ഥം പറയാറുണ്ട്. അതുകൂടാതെ ചിലയിടങ്ങളിൽ ഷ്രിമ്പ് എന്ന് പറയുന്നത് ചെമ്മീൻ ചെറുതും പ്രോൺ എന്ന് പറയുന്നത് വലുതും എന്നുള്ള ഒരർത്ഥത്തിലുമാണ്. ഇനി തിരിച്ചു പറയുന്നവരും ഉണ്ട്. ഇനി ഇതുകൂടാതെ ഷ്രിമ്പ് എന്ന് ഒരു രാജ്യത്ത് വിളിക്കുന്ന ജീവിയെ തന്നെ വേറൊരു രാജ്യത്ത് പ്രോൺ എന്നാണ് വിളിക്കുക. അതായത് ഷ്രിമ്പ്, പ്രോൺ എന്നീ വാക്കുകൾ ശാസ്ത്രീയമായി കൃത്യമായി നിർവചിക്കപ്പെട്ട രണ്ട് ടാക്സോണമിക് വിഭാഗങ്ങളുടെ പേരുകളല്ല, സാധാരണ ഉപയോഗത്തിലുള്ള രണ്ട് വാക്കുകൾ മാത്രമാണത്. നമ്മുടെ നാട്ടിലും ചെറിയവയെ ചെമ്മീനെന്നും വലിയവയെ കൊഞ്ചി എന്ന് വിളിക്കുന്ന ഒരു രീതിയുണ്ടെങ്കിലും അത് എല്ലാ പ്രദേശങ്ങളിലും ഉള്ള ഒരു റൂളൊന്നുമല്ല. എന്തായാലും ഇവരെയൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡെക്കാപോഡ എന്ന ക്രസ്റ്റേഷ്യൻ വിഭാഗത്തിലാണ്. ഡെക്കാപോഡ എന്ന് പറഞ്ഞാൽ 10 കാലന്മാർ എന്നാണ് അർത്ഥം. ഇവർക്കൊക്കെ 10 കാലുകളുണ്ടാവും. ക്രസ്റ്റേഷ്യൻ എന്നാൽ ഉറപ്പുള്ള പുറം കവചമുള്ള ജലജീവികൾ എന്ന അർത്ഥത്തിലും. ഷ്രിമ്പ്, പ്രോൺ ഇവ കൂടാതെ ലോബ്സ്റ്ററുകൾ, ക്രാബുകൾ, ഞണ്ടുകൾ, അതുപോലെ ക്രേഫിഷുകൾ ഇവയൊക്കെയും ഈ വിഭാഗത്തിൽപ്പെടുന്നവർ തന്നെയാണ്. എന്നാൽ പേരിനോടൊപ്പം ചിലപ്പോൾ ഷ്രിമ്പ് എന്നോ പ്രോൺ എന്നോ ഉള്ള ജീവികളൊക്കെയും ഒരേ വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണമെന്നുമില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട മാൻഡിസ് ഷ്രിമ്പുകൾ യഥാർത്ഥത്തിൽ ഷ്രിമ്പുകളെ അല്ല. അതുപോലെ ട്രൂ ഷ്രിംപ്സ് എന്ന് പൊതുവെ വിളിക്കുന്നവരിൽ വലിയൊരു വിഭാഗം കരിഡ എന്ന കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം പല കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള പ്രോണുകളും ഡെൻഡ്രോബ്രാക്കിയാറ്റ എന്ന മറ്റൊരു ഡെക്കാപോഡ് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശരീരഘടനയിലും പ്രത്യുത്പാദന രീതികളിലും ഒക്കെ ഇവയിൽ വലിയ വ്യത്യാസങ്ങളുണ്ട് താനും. ശരീരത്തിന് നല്ല പ്രകടമായിട്ടുള്ള ഒരു വളവുള്ളതാണ് ചെമ്മീനെന്നും അതില്ലാത്തതാണ് പ്രോണുകൾ, കൊഞ്ചുകളെന്നും ചിലർ പറയും. എന്തായാലും ലോബ്സ്റ്ററുകൾക്കും ക്രാബുകൾക്കും ഉള്ളതുപോലെ നടക്കാനുള്ള ഉറപ്പുള്ള കാലുകൾ ഇവർക്കാർക്കുമില്ല. ഇവർക്ക് തുഴയലാണ് പ്രധാനം. വാലും അത്ര ഉഷാറൊന്നുമില്ലാതെ കാലുകളും ഒക്കെ ഉപയോഗിച്ച് മുമ്പോട്ടും പിറകോട്ടും ഒക്കെ ഇവർക്ക് നീങ്ങാൻ പറ്റും. ഇവരെ കടൽ വെള്ളത്തിലും ശുദ്ധജലത്തിലും ഒക്കെ കാണുകയും ചെയ്യാം. ചിലരുടെ അഭിപ്രായത്തിൽ ഷ്രിമ്പുകളുടെ, അതായത് ചെമ്മീനുകളുടെ ശരീരത്തിലെ രണ്ടാമത്തെ സെഗ്മെന്റ് തോട് ഒന്നാമത്തെയും മൂന്നാമത്തെയും തോടുകളുടെ മുകളിൽ ഓവർലാപ്പ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഇവർക്ക് ആ ഭാഗത്ത് ഒരു പ്രകടമായിട്ടുള്ള വളവുണ്ടാകും എന്ന്. എന്നാൽ പ്രോണുകളുടെയൊക്കെ തോട് ഒന്നിന് താഴെ ഒന്ന് എന്നുള്ള വിധത്തിൽ നമ്മളെ ടൈൽസൊക്കെ ഓടുകളൊക്കെ വെച്ചതുപോലെ കൃത്യമായിട്ടാണ് ഉണ്ടാവുക. അതിനാൽ തന്നെ അവരിൽ ആ പെട്ടെന്നുള്ള വളവ് കാണാൻ അത്ര വ്യക്തമാകണമെന്നുമില്ല. പക്ഷേ സ്പീഷീസുകൾക്കനുസരിച്ച് ഇതിലൊക്കെ വ്യത്യാസം ഉണ്ടാവുകയും ചെയ്യാം. അതുപോലെ ഷ്രിമ്പുകൾക്ക് മുന്നിലെ 2 ജോഡി കാലുകളിലാണ് വ്യക്തമായിട്ടുള്ള ഈ ക്ലോകൾ, അതായത് നഖങ്ങൾ ഉണ്ടാവുക. എന്നാൽ പ്രോണുകൾക്ക് ആദ്യത്തെ 3 ജോഡി കാലുകളിലും ഇത്തരത്തിലുള്ള നഖങ്ങൾ ഉണ്ടാവും. അതുപോലെ പെൺ ഷ്രിമ്പുകൾ, ചെമ്മീനുകൾ മുട്ടകൾ വിരിയുന്നത് വരെ അവയുടെ വയറ്റിൽ അവ ഒട്ടിച്ച് വെച്ച് സംരക്ഷിക്കും. എന്നാൽ പ്രോണുകൾ മുട്ടകൾ വെള്ളത്തിലേക്ക് നേരിട്ട് ഒഴുക്കി വിടുകയാണ് ചെയ്യുക. അതുപോലെ ഭൂരിഭാഗം ചെമ്മീനുകളും ഷ്രിമ്പുകളും കടൽ വെള്ളത്തിൽ അല്ലെങ്കിൽ ഉപ്പുവെള്ളത്തിലും പ്രോണുകൾ ശുദ്ധജലത്തിലുമാണ് വളരുക എന്ന് പറയും. അതായത് അധികം ഉപ്പുവെള്ളം ഇല്ലാത്ത നദികളിലും കായലുകളിലുമൊക്കെ എന്ന്. എങ്കിലും ഷ്രിമ്പുകളെയും പ്രോണുകളെയും തിരിച്ചും ഒക്കെ ചില ഇടങ്ങളിൽ കാണുകയും ചെയ്യാം. കൂടാതെ പാചകം ചെയ്യുമ്പോൾ പ്രോണുകൾക്ക്, കൊഞ്ചുകൾക്ക് ഒരു നേരിയ മധുരമുള്ള രുചി ചിലപ്പോഴുണ്ടാകാം. എന്നാൽ ഷ്രിമ്പുകൾക്ക്, ചെമ്മീനുകൾക്ക് സാധാരണമായിട്ടുള്ള മറ്റ് കടൽ വിഭവങ്ങളുടെ അതേ രുചി തന്നെയായിരിക്കും പലപ്പോഴും ഉണ്ടാകുക. എങ്കിലും സ്പീഷീസുകളുടെ വ്യത്യാസം, പ്രാദേശികമായിട്ടുള്ള മറ്റു പ്രത്യേകതകൾ, ഭക്ഷണ ലഭ്യത ഇതിനെയൊക്കെ ആശ്രയിച്ച് ഇവയുടെ രുചിയിലും വ്യത്യാസങ്ങളുണ്ടാവും. ഈ ഷ്രിമ്പുകളുടെയും പ്രോണുകളുടെയും ഒക്കെ കൂട്ടത്തിൽ ആയിരക്കണക്കിന് സ്പീഷീസുകളുണ്ട്. കടലിലെ പലതരം മത്സ്യങ്ങളുടെയും തിമിംഗലങ്ങളുടെയും വരെ ഭക്ഷണ ശൃംഖലയുടെ ഒരു പ്രധാന ഭാഗമാണ് ഇവയൊക്കെ. അതുപോലെ മാംസാഹാരികളായിട്ടുള്ള മനുഷ്യരുടെ ഇഷ്ടപ്പെട്ട ഒരു വിഭവം കൂടിയാണല്ലോ ഇത്. പ്രതിവർഷം $50 ബില്യൺ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു വലിയ വ്യവസായമാണ് ഈ കൊഞ്ചി ചെമ്മീൻ വിപണി. എന്തായാലും ഷ്രിമ്പ്, പ്രോൺ എന്ന വാക്കുകൾ മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും പല സ്പീഷീസുകൾക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ശാസ്ത്രീയമായിട്ട് ഇവ തമ്മിലുള്ള വ്യത്യാസം ഇപ്പോഴും അല്പം കുഴഞ്ഞ കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പേരിൻ്റെ കാര്യത്തിൽ അധികം കടുംപിടുത്തം വേണ്ട. എന്തായാലും നിങ്ങളുടെ അറിവിൽ പ്രാദേശികമായിട്ട് ഏതൊക്കെ തരം കൊഞ്ചുകളും ചെമ്മീനുമാണ് ഉള്ളത് എന്ന് കമൻറ്റ് ചെയ്യുമല്ലോ. അവയുടെ രൂപപ്രത്യേകതകളും പാചകം ചെയ്യുമ്പോൾ അവയുടെ രുചി വ്യത്യാസവും ഒക്കെ കൂടി കമൻറ്റ് ചെയ്യുക. മാൻഡിസ് ഷ്രിമ്പ് എന്നു പേരുള്ള ഭൂമിയിലെ ഏറ്റവും ശക്തിയിലിടിക്കാൻ പറ്റുന്ന ഒരു ജീവിയെ പറ്റിയിട്ടുള്ള വീഡിയോ ആയിരുന്നല്ലോ മുന്നേ നമ്മൾ ചെയ്തത്. അതിൻ്റെ തുടർച്ചയാണിത്.
അതിൽ നമ്മൾ മാൻറ്റിസ് ഷ്രിമ്പ് എന്ന് വിളിച്ച ജീവി യഥാർത്ഥത്തിൽ ഷ്രിമ്പുകളുടെ ചെമ്മീനുകളുടെ കൂട്ടത്തിൽപ്പെട്ട ജീവിയല്ല എന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ശരിക്കുമുള്ള ഷ്രിമ്പുകളുടെ കൂട്ടത്തിലെ വീരന്മാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. മാൻറ്റിസ് ഷ്രിമ്പ് അതിൻ്റെ ഗതക്കൈ കൊണ്ട് അതിവേഗതയിൽ ഇടിക്കുമ്പോൾ കാവിറ്റേഷൻ ബബിൾ ഉണ്ടാകുന്നതും ജലത്തിനടിയിൽ മില്ലി സെക്കൻഡ് നേരം സൂര്യോപരിതലത്തിലെ അത്രയും വലിയ ചൂടുണ്ടാകുന്നതും ആ ബബിൾ പൊട്ടുമ്പോഴുണ്ടാകുന്ന ആഘാതവും അതിൻ്റെ ശക്തിയും അതിനാൽ ഉണ്ടാകുന്ന മിന്നൽ പ്രകാശവും അതിൻ്റെ കാരണങ്ങളും ഒക്കെയായിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. ആ വീഡിയോ കാണാത്തവർ ദയവായിട്ട് അതുകൂടി കാണുക. അവരുടെ ഗത പോലെ തന്നെ അതിഭയങ്കരമായിട്ടുള്ള മറ്റൊരു ആയുധവുമായിട്ട് ജീവിക്കുന്നവർ ഈ ഷ്രിമ്പുകളുടെ കൂട്ടത്തിലുണ്ട്, പിസ്റ്റൽ ഷ്രിമ്പുകൾ. അവയുടെ ഒരു പ്രത്യേകത, അവയുടെ മുന്നിൽ രണ്ട് കൈകളും അല്ലെങ്കിൽ ക്ലോസും ഒരുപോലെയല്ല. ഒരു കൈ സാധാരണ വലിപ്പത്തിലാണെങ്കിൽ മറ്റേ കൈ അസാധാരണ വലിപ്പത്തിലുള്ളതാണ്. അതിൻ്റെ ശരീരത്തിൻ്റെ പകുതിയോളം വലിപ്പമുള്ള ഒരു ഭീമൻ കൈ. ഇതാണ് അവരുടെ തോക്ക്. സാധാരണ ഞണ്ടുകളെയൊക്കെ പോലെ ഇരകളെ പിടിക്കാനല്ല ഈ വലിയ കൈ ഇവ ഉപയോഗിക്കുന്നത്. ഈ വലിയ കൈയുടെ മടക്കിൽ ഒരു ഭാഗത്ത് ഒരു ചെറിയ കുഴിയും മറുഭാഗത്ത് അതിലേക്ക് കൃത്യമായിട്ട് ഇറങ്ങാൻ പാകത്തിലുള്ള ഒരു പ്ലഞ്ചറും ഉണ്ട്. കൈ പെട്ടെന്ന് മടക്കുമ്പോൾ ഈ പ്ലഞ്ചർ കുഴിയിലേക്ക് പെട്ടെന്ന് അമരും. അപ്പോഴാ കുഴിയിലുള്ള വെള്ളം അതിവേഗത്തിൽ പുറത്തേക്ക് തെറിച്ചു പോകും. മണിക്കൂർ 100 കിലോമീറ്റർ വേഗതയിലാണ് ആ കുഞ്ഞു കുഴിയിലെ വെള്ളം പുറത്തേക്ക് ജെറ്റ് പോലെ തെറിക്കുക. അങ്ങനെ എവിടെയും കാവിറ്റേഷൻ ബബിൾ ഉണ്ടാകും. ഇത്തരത്തിൽ അതിവേഗതയിൽ വെള്ളം നീങ്ങുമ്പോൾ എങ്ങനെയാണ് കാവിറ്റേഷൻ ബബിൾ ഉണ്ടാകുന്നത് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് പറഞ്ഞതാണ്. അതായത് ഈ പുറത്തേക്ക് തെറിക്കുന്ന ജെറ്റിന് ചുറ്റുമുള്ള വെള്ളം ചുഴിഞ്ഞ് ഒരു വോർട്ടെക്സ് റിങ് രൂപപ്പെടും. അപ്പോൾ ആ വോർട്ടെക്സ് കോറിൽ പ്രഷർ വളരെ കുറവായിരിക്കും. അവിടെയാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ഡൈനാമിക്സിൻ്റെ ഫിസിക്സ് ഇവിടെ പ്രവർത്തിക്കുന്നത്. വെള്ളം സാധാരണ താപനിലയിലാണെങ്കിലും അവിടെ പ്രഷർ വളരെ കുറഞ്ഞാൽ ആ വെള്ളം താനെ തിളക്കും, നമുക്കറിയാം. അതായത് വെള്ളത്തിലെ ഒരു ഭാഗം ലിക്വിഡിൽ നിന്നും വാപ്പറായിട്ട് മാറും, നീരാവിയാകും. അതുവഴി അവിടെ ഒരു കാവിറ്റേഷൻ ബബിൾ ഉണ്ടാകും. ഈ ബബിൾ വെള്ളത്തിനോടൊപ്പം മുന്നോട്ട് നീങ്ങും. പിസ്റ്റൽ ഷ്രിമ്പുകളുടെ കാര്യത്തിൽ ഇതൊരു സാധാരണ ഗോളാകൃതിയിലുള്ള ഒരു ബബിൾ ആയിരിക്കില്ല. അതായത് ഇവയുടെ കാര്യത്തിൽ ഈ ഫ്ലൂയിഡ് ഡൈനാമിക്സ് കുറെ കൂടി സങ്കീർണമാണ്. പഠനങ്ങൾ ഇവയെ ടൊറോഡിയൽ കാവിറ്റേഷൻ സ്ട്രക്ചർ എന്നാണ് വിളിക്കുന്നത്. ഒരു വളയ സദൃശ്യ കാവിറ്റേഷൻ റിങ്. അതിനു ചുറ്റുമുള്ള ജലത്തിന്റെ മർദ്ദ വ്യത്യാസം മൂലം വെള്ളം ആ ബബിളിനുള്ളിലേക്ക് അതിവേഗത്തിൽ ഇടിച്ചു കയറും. അതായത് മില്ലി സെക്കൻഡിനുള്ളിൽ തന്നെ ആ ബബിൾ കൊളാപ്സ് ചെയ്യും, പൊട്ടിപ്പോകും. ആ പൊട്ടൽ ശബ്ദം അത്യുഗ്രമാണ്. അതുകൂടാതെ ആ പൊട്ടലിനോടൊപ്പം തന്നെ ഒരു പ്രഷർ പൾസ്, ഷോക്ക് വേവ് ഉണ്ടാകും. ഈ ബബിളിൻ്റെ പൊട്ടലും അതിൻ്റെ ഷോക്ക് വേവും ഒക്കെ കൂടി വേണമെങ്കിൽ നമുക്ക് അത് ഒരു തോക്കിൽ നിന്നും വെടിയുണ്ട പാഞ്ഞപ്പോഴുള്ള ശബ്ദവും അതിനെ തുടർന്നുണ്ടായിരുന്ന ആഘാതവും ഒക്കെയായിട്ട് സാമ്യപ്പെടുത്താം. അതുകൊണ്ടാണ് ഇവയെ പിസ്റ്റൽ ഷ്രിമ്പുകൾ എന്ന് വിളിക്കുന്നത്. ഈ കുമിള പൊട്ടുന്ന ആ 1 മില്ലി സെക്കൻഡിൽ അവിടെയുള്ള ഊഷ്മാവ് 4700 ഡിഗ്രിയോളം ഉയരും. ഇതിനോടൊപ്പം ഒരു ചെറിയ പ്രകാശ സ്ഫുല്ലിംഗവും സോണോലുമിനൻസും കൂടി സംഭവിക്കും. അതേ മാൻറ്റിസ് ഷ്രിമ്പ് ഇടിക്കുമ്പോഴുണ്ടാകുന്ന അതേ പ്രതിഭാസങ്ങൾ തന്നെ വേറൊരു വിധത്തിലാണ് ഇവിടെ സംഭവിക്കുന്നത്. അവിടെ ഇടിയുടെ വേഗതയ്ക്ക് പകരം ഇവിടെ ഒരു കുഴിയിലേക്ക് പ്ലഞ്ചർ കുത്തിത്താഴ്ത്തി അവിടെയുള്ള വെള്ളം പുറത്തേക്ക് പമ്പ് ചെയ്യിക്കുമ്പോഴുണ്ടായ ബബിൾ. മാൻറ്റിസ് ഷ്രിമ്പിൻ്റെ കാര്യത്തിൽ ഇടിയുടെ വേഗത മൂലമാണ് കാവിറ്റേഷൻ ബബിൾ ഉണ്ടാകുന്നതെങ്കിൽ ഇവിടെ ഇവയുടെ കൈ മടക്കുമ്പോൾ കുഴിയിലേക്ക് ആ പ്ലഞ്ചർ കയറുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന വെള്ളം പെട്ടെന്ന് പുറത്തേക്ക് ചീറ്റിപ്പോകുന്നത് മൂലമാണ് കാവിറ്റേഷൻ ബബിൾ ഉണ്ടാകുന്നത് എന്ന വ്യത്യാസം മാത്രം. അപ്പോഴുണ്ടാകുന്ന ഭീമൻ ഷോക്ക് വേവ് മൂലം മുന്നിലുള്ള ചെറിയ മീനുകളോ ഞണ്ടുകളോ ഒക്കെ ചത്തുപോകും, ബോധം കെട്ടുപോകും. അവയെ പതുക്കെ വലിച്ച് തൻ്റെ മാളത്തിലേക്ക് കൊണ്ടുപോയാണ് പിസ്റ്റൽ ഷ്രിമ്പ് ഭക്ഷണമാക്കുന്നത്. 2ാം ലോക മഹായുദ്ധകാലത്ത് 1940കളിൽ പസഫിക് സമുദ്രത്തിലും അറ്റ്ലാന്റിക് സമുദ്രത്തിലും US നേവി അവരുടെ ശത്രുക്കളെ, പ്രത്യേകിച്ചും ജർമ്മനിയുടെയും ജപ്പാന്റെയും ഒക്കെ സബ്മറൈനുകളെ കണ്ടെത്താനാണ് ആദ്യമായിട്ട് ഹൈഡ്രോഫോണുകളും സോണാറുകളും ഒക്കെ ഉപയോഗിച്ച് തുടങ്ങുന്നത്. എന്നാൽ പസഫിക്കിലെ പല തീരപ്രദേശങ്ങളിലും സോണാർ ഓപ്പറേറ്റർമാരുടെ ഹെഡ്ഫോണുകളിൽ അതിശക്തമായിട്ടുള്ള ഒരു സ്റ്റാറ്റിക് ശബ്ദം നിരന്തരം കേൾക്കാൻ തുടങ്ങി. ഇത് ശത്രുക്കളെ ഏതെങ്കിലും ജാമറുകൾ ഉപയോഗിച്ച് സോണാർ സിഗ്നലുകൾ തടസ്സപ്പെടുത്തുന്നതായാണ് US സൈന്യം ആദ്യം കരുതിയത്. ഈ ഭയങ്കര ശബ്ദം കൊണ്ട് തന്നെ കടലിനടിയിലൂടെ വരുന്ന സബ്മറൈനുകളുടെ എഞ്ചിൻ ശബ്ദം വേർതിരിച്ചറിയാൻ കഴിയാതെയായി. ആകപ്പാടെ ഈ ശബ്ദം കൊണ്ട് കുഴഞ്ഞു മറിഞ്ഞു എന്ന് പറയാം. തുടർന്ന് US നേവിയുടെ ഡിവിഷൻ ഓഫ് വാർ റിസർച്ച് കാലിഫോർണിയ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞരുടെ സഹായത്തോടെ നടത്തിയ പഠനങ്ങളാണ് ഈ ശബ്ദങ്ങൾക്ക് പിറകിൽ മനുഷ്യരുടെ യാതൊരു സാങ്കേതിക വിദ്യയുമല്ല, ഇഞ്ചുകൾ മാത്രം വലിപ്പമുള്ള ആയിരക്കണക്കിന് പിസ്റ്റൽ ഷ്രിമ്പുകളാണ് എന്ന കാര്യം തിരിച്ചറിഞ്ഞത്. ഈ ജൈവികമായ ശബ്ദകോലാഹലം തിരിച്ചറിഞ്ഞതോടുകൂടിയിട്ട് US സബ്മറൈൻ ക്യാപ്റ്റന്മാർ ഇതൊരു മിലിറ്ററി തന്ത്രമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. ശത്രുക്കളുടെ കപ്പലുകളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി US സബ്മറൈനുകൾ പിസ്റ്റൽ ഷ്രിമ്പുകളുടെ കോളനികൾ ധാരാളമായിട്ടുള്ള ഇടങ്ങളിൽ, അത്തരത്തിലുള്ള സ്ഥലങ്ങളിലെ പവിഴപ്പുറ്റുകൾക്കും പാറകൾക്കും ഒക്കെ അരികിൽ തങ്ങളുടെ സബ്മറൈനുകൾ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചു. പുറത്ത് പിസ്റ്റൽ ഷ്രിമ്പുകൾ ആയിരക്കണക്കിനെണ്ണം തങ്ങളുടെ കൈകൾ മടക്കി നിവൃത്തി സൃഷ്ടിക്കുന്ന ഈ ശബ്ദകോലാഹലത്തിനിടയിൽ സബ്മറൈൻ എഞ്ചിനുകളിൽ നിന്നുള്ള ഈ ചെറിയ ശബ്ദങ്ങൾ ശത്രുക്കളുടെ പാസീവ് സോണാറുകൾക്ക് പിടിച്ചെടുക്കാൻ പറ്റാതായി.
അല്ലെങ്കിൽ അവയെ കുഴക്കി. US നേവി പ്രത്യേകമായിട്ടുള്ള പിസ്റ്റൽ ഷ്രിമ്പ് മാപ്പുകൾ വരെ ഉണ്ടാക്കിയെന്ന് പറയപ്പെടുന്നു. ഏതൊക്കെ കടൽ മേഖലകളിലാണ് പിസ്റ്റൽ ഷ്രിമ്പുകൾ ധാരാളമായിട്ടുള്ള കോളനികൾ ഉള്ളത് എന്ന് അടയാളപ്പെടുത്തിയ മാപ്പുകൾ സബ്മറൈൻ ക്യാപ്റ്റന്മാർക്ക് ഒളിച്ചിരിക്കാനുള്ള സുരക്ഷിത കേന്ദ്രങ്ങളായി അടയാളപ്പെടുത്തി കൊടുത്തു എന്നൊക്കെ. അതിൽ എത്രമാത്രം സത്യമുണ്ടെന്നറിയില്ല. ഇതൊക്കെയാണെങ്കിലും ഇര തേടാൻ പിസ്റ്റൽ ഷ്രിമ്പുകൾക്ക് ചില പ്രശ്നങ്ങളുണ്ട്. അവർക്ക് കാഴ്ചശക്തി വളരെ കുറവാണ്. അതുകൊണ്ട് കടലിനടിയിലെ മറ്റു ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അവ ഗോബി ഫിഷ് എന്ന ഒരു ചെറിയ മത്സ്യവുമായി ഒരു കൂട്ടുകച്ചവട ജീവിതമാണ് നയിക്കുക. പരിണാമത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സഹകരണ മാതൃകയാണ് ഇവർ തമ്മിലുള്ള ഈ കൂട്ടുകൃഷി. പിസ്റ്റൽ ഷ്രിമ്പിന് കടൽത്തട്ടിൽ മാളമൊക്കെ ഉണ്ടാക്കാൻ വലിയ വിഷമമൊന്നും ഇല്ലാതിനാൽ തന്നെ അത് കഷ്ടപ്പെട്ട് ഒരു മാളം ഉണ്ടാക്കി വെക്കും. ഈ മാളത്തിൽ താമസിക്കാൻ ഈ ഗോബി ഫിഷിനെ അനുവദിക്കും. പകരമായിട്ട് നല്ല കാഴ്ചയുള്ള ഗോബി ഫിഷ് ഈ മാളത്തിന് കാവൽ നിൽക്കും. പിസ്റ്റൽ ഷ്രിമ്പ് മാളത്തിന് പുറത്തേക്ക് ഇര തേടി ഇറങ്ങുമ്പോൾ അതിൻ്റെ ഒരു ആൻറ്റിനെ എപ്പോഴും ഈ ഗോബി ഫിഷിൻ്റെ ദേഹത്തോട് മുട്ടിച്ച് വെച്ചിരിക്കും. ഏതെങ്കിലും ശത്രു വരുന്നത് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഗോബി ഫിഷ് ഒരു സിഗ്നൽ കൊടുക്കും. അതിൻ്റെ വാല് പെട്ടെന്ന് ചലിപ്പിക്കും. ഈ സിഗ്നൽ കിട്ടിയാൽ തൽക്ഷണം രണ്ടുപേരും കൂടി പെട്ടെന്ന് തന്നെ ഇവരുടെ മാളത്തിൽ കയറി ഒളിക്കുകയും ചെയ്യും. അപ്പോൾ മാൻറ്റി ഷ്രിമ്പ് തൻ്റെ കഠിനമായിട്ടുള്ള ഇടി കൊണ്ടും പിസ്റ്റൽ ഷ്രിമ്പ് അതിൻ്റെ കൈകളുടെ പ്രത്യേക കഴിവ് കൊണ്ട് വെടിവെച്ചും കടലിനടിയിൽ ഭീതി വിതക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള വേറൊരു വഴിയിലൂടെ ജീവിക്കുന്ന വേറൊരു ഇനം ചെമ്മീൻ കൂടിയുണ്ട്, ക്ലീനർ ഷ്രിമ്പുകൾ. ഇവർ കടലിലെ ഗുണ്ടകളല്ല, ബ്യൂട്ടി പാർലർ ജീവനക്കാരാണ്, ശുചീകരണ ജോലിക്കാരാണ്. കടലിലെ വലിയ മത്സ്യങ്ങളുടെ ശരീരത്തിൽ പറ്റിപ്പിടിച്ച് ജീവിക്കുന്ന പലതരത്തിലുള്ള പരാതങ്ങളുണ്ട്, ബാക്ടീരിയകളുണ്ട്, അതുപോലെ നശിച്ച പലതരത്തിലുള്ള മൃതകോശങ്ങളൊക്കെ ഉണ്ടാവും അവയുടെ ശരീരത്തിൽ. ഇവയൊക്കെ തിന്ന് സഹായിക്കുന്ന ഒരിനം ചെമ്മീനുകളാണ് ക്ലീനർ ഷ്രിമ്പുകൾ. ഹിപ്പോലിറ്റയുടെ കുടുംബത്തിൽപ്പെട്ട സ്കാർലറ്റ് ക്ലീനർ ഷ്രിമ്പുകളാണ് ഇവരുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രശസ്തർ. നീളത്തിൽ ചുവപ്പും വെളുപ്പും വരകളുള്ള ശരീരവും നല്ല നീളമുള്ള വെളുത്ത മീശകളും ഒക്കെയുള്ളവരാണിവർ. നമ്മൾ മനുഷ്യർ വണ്ടിയൊക്കെ ഇടക്ക് കഴുകാൻ വേണ്ടിയിട്ട് സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നത് പോലെ കടലിനടിയിൽ ഇവർ തുറന്നു വയ്ക്കുന്ന പ്രത്യേക തരത്തിലുള്ള ക്ലീനിങ് സ്റ്റേഷനുകളാണ് ഇവരുടെ മാളങ്ങൾ അല്ലെങ്കിൽ ഗുഹകൾ. പവിഴപ്പുറ്റുകൾക്കിടയിലുള്ള ഒരു പ്രത്യേക പാറയോ ഗുഹയോ ഒക്കെയാണ് അതിനായിട്ട് അവർ തിരഞ്ഞെടുക്കുക. ഇവിടെ ഇരുന്ന് ഈ ക്ലീനർ ഷ്രിമ്പുകൾ അവരുടെ വളരെ നീളമുള്ള ഈ ആൻറ്റിനകൾ വെള്ളത്തിൽ പ്രത്യേക രീതിയിൽ ഇളക്കി നൃത്തം ചെയ്യാൻ തുടങ്ങും. ഇവിടെ ഒരു ക്ലീനിങ് സ്റ്റേഷൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് മറ്റ് വലിയ മത്സ്യങ്ങളെയൊക്കെ അറിയിക്കാനുള്ള ഒരു പരസ്യ പ്രകടനമാണത്. ഈ സിഗ്നൽ പ്രദർശനം കാണുമ്പോൾ കടലിലെ വലിയ മത്സ്യങ്ങൾ, മൊറൈൽസ്, ഗ്രൂപ്പർ മത്സ്യങ്ങൾ, എന്തിന് മാരക വേട്ടക്കാരായിട്ടുള്ള സ്രാവുകളടക്കം ഈ സ്റ്റേഷന് മുമ്പിൽ വന്ന് ശാന്തരായിട്ട് ക്യൂ നിൽക്കും, അല്ലെങ്കിൽ അവിടെ തിരിഞ്ഞു കളിച്ച് കാത്തു നിൽക്കും. വലിയ മത്സ്യങ്ങൾ ഈ കൊച്ചു ചെമ്മീനിൻ്റെ മുന്നിൽ അതിൻ്റെ വാ പൊളിച്ച് ഇങ്ങനെ കിടക്കും. ചെകിളകൾ തുറന്നു പിടിച്ച് അനങ്ങാതെ നിൽക്കും. ഒരൊറ്റ കടിക്ക് വിഴുങ്ങാൻ പറ്റുന്ന വലിയ മത്സ്യങ്ങളുടെ അടക്കം വായ്ക്കുള്ളിലേക്ക് കയറി ഒരു പേടിയുമില്ലാതെ ഈ ക്ലീനർ ഷ്രിമ്പുകൾ വൃത്തിയാക്കുന്നുണ്ടാകും. മുതലകളുടെയൊക്കെ വായ്ക്കുള്ളിൽ കയറി ചെറിയ പക്ഷികൾ അവശിഷ്ടങ്ങൾ കൊത്തിത്തിന്നുന്നത് പോലെ അവയുടെ പല്ലുകൾക്കിടയിലും നാക്കിലും ഒക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന പരാതങ്ങളെയും ചീഞ്ഞ ഭക്ഷണാവശിഷ്ടങ്ങളെയും ഒക്കെ ഈ ക്ലീനർ ഷ്രിമ്പുകൾ അവയുടെ കൈകൾ കൊണ്ട് വലിച്ച് വാരി തിന്ന് വൃത്തിയാക്കി കൊടുക്കും. ഇതൊരു മ്യൂച്വലിസമാണ്, പരസ്പര സഹായം. രണ്ടുപേർക്കും ഇവിടെ ഗുണമുണ്ട്. വലിയ മീനുകൾക്ക് അവരുടെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പരാതങ്ങളെയൊക്കെ ഒഴിവാക്കി കിട്ടും, അഴുക്കൊക്കെ നീക്കി കിട്ടും. അങ്ങനെ ശരീരം നല്ല ഹെൽത്തി ആയിട്ട് അവർക്ക് സൂക്ഷിക്കാം. പകരമായിട്ട് ഈ ക്ലീനർ ഷ്രിമ്പുകൾക്ക് അവയുടെ വീട്ടിലേക്ക് ഭക്ഷണമായിട്ട് ആളുകൾ വരികയാണ്. അവിടെ പോയിട്ട് അത് എടുത്ത് കഴിക്കുക മാത്രമാണ് അവർ ചെയ്യുന്നത്. വലിയ അധ്വാനമൊന്നുമില്ലാതെ അവരുടെ വയർ നിറയുകയും ചെയ്യും. എന്തായാലും ഇങ്ങനെയുള്ള ഒരു പരസ്പര സഹായ കരാറുള്ളതിനാൽ തന്നെ വളരെ അപൂർവമായിട്ടേ ഈ ക്ലീനർ ഷ്രിമ്പുകളെ മത്സ്യങ്ങൾ ഭക്ഷണമാക്കാറുള്ളൂ. 3 ഷ്രിമ്പുകളെ പറ്റിയിട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. മാൻറ്റി ഷ്രിമ്പ്, പിസ്റ്റൽ ഷ്രിമ്പ്, ക്ലീനർ ഷ്രിമ്പ്. 3 ചെറിയ ക്രസ്റ്റേഷ്യൻ ജീവികൾ. പക്ഷെ 3 പേരും ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ വ്യത്യസ്തമാണ്. അതെ, ഈ ചെറിയ ജീവികളെ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ കാണുന്നത് കുഞ്ഞു ചെമ്മീനുകളൊന്നുമല്ല. പരിണാമത്തിൻ്റെ അതിസങ്കീർണമായിട്ടുള്ള ഘട്ടങ്ങളിൽ ഉരുത്തിരിഞ്ഞ വ്യത്യസ്തമായിട്ടുള്ള എൻജിനീയറിംഗ് സൊല്യൂഷനുകളാണ്. ഒന്നിൻ്റെ കയ്യിൽ ഹാമർ, മറ്റൊന്നിൻ്റെ കയ്യിൽ പിസ്റ്റൾ, വേറൊന്ന് ക്ലീനർ. കടലിനടിയിൽ ഇത്തരത്തിലുള്ള 100 തരം ജീവികൾ നമുക്ക് തികച്ചും അപരിചിതരായിട്ട് ഇനിയുമുണ്ട്. ഇവയിൽ പലതും നമ്മുടെ ചെറുവിരലിന് അത്ര പോലും വലിപ്പമില്ലാത്തവരുമാണ്. ഞാൻ വിജയകുമാർ ബ്ലാത്തൂർ. ഇതുപോലെ കടലിനടിയിലെ വളരെ ചെറിയ ജീവികൾ മുതൽ നമ്മുടെ കരയിലെ വലിയ സസ്തനികൾ വരെയുള്ള ജീവലോകത്തിലെ മറ്റൊരു ജീവിയെ പരിചയപ്പെടുത്തുന്ന പുതിയൊരു വീഡിയോയുമായി ഉടൻ വരാം. അതുവരേക്കും വണക്കം.